നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആരോപണങ്ങളാണ് പി അൻവർ ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കുറെ കാലങ്ങളായി പി അൻവർ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, താൻ സൈക്കിളും എടുത്ത് ഇറങ്ങാൻ പോകുന്നു എന്ന പി അൻവറിന്റെ പഴയ പല്ലവി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. അതായത് കേരള രാഷ്ട്രീയ മണ്ഡലത്തെ സംശുദ്ധീകരിച്ചിട്ടേ താൻ ഇനി വിശ്രമിക്കുകയുള്ളൂ എന്ന മട്ടിൽ തന്നെയാണ് നിലമ്പൂർ MLA ആയ പി അൻവർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു ADGP MR അജിത് കുമാറിനും എതിരെയുമെല്ലാം പി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ എത്ര ഗുരുതരമായിരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതിനോടകം തന്നെ കണ്ടറിഞ്ഞതാണ്. ഈ വിഷയത്തെ ചൊല്ലി അൻവറിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരന്തരം ഓരോരോ മാധ്യമങ്ങളിലും ചർച്ച നടക്കുന്നു. ഓരോരോ മാധ്യമങ്ങളിലും ഓരോ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഈ പ്രതികരണങ്ങളോട് അൻവർ പ്രതികൂലമായും അനുകൂലമായും പ്രതികരിക്കുന്നതും കണ്ടിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പി അൻവറിനെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ പി അൻവറിനെ ചൊടിപ്പിച്ചു എന്ന് തന്നെയല്ല, പി അൻവർ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ വിമർശിച്ചതും. ഒരു നിയമസഭാ സാമാജികൻ ഏത് തരത്തിൽ പെരുമാറാൻ പാടില്ലയോ ആ തരത്തിൽ തന്നെയാണ് അന്ന് പി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പ്രതികരിച്ചത്. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്ന ഒരു നിയമസഭാ സാമാജികൻ പറയുന്ന വാചകങ്ങൾ, സത്യപ്രതിജ്ഞാ വാചകത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരാളോട്, പ്രിയപ്പെട്ടവരോ അല്ലാത്തവരോ ആവട്ടെ, അവരോട് കൂടുതൽ പ്രതിപത്തി കാണിക്കുകയോ പ്രീതി കാണിക്കുകയോ അപ്രീതി കാണിക്കുകയോ വിപ്രതിപത്തി കാണിക്കുകയോ ചെയ്യില്ല എന്ന് തന്നെയാണ് സത്യപ്രതിജ്ഞയിൽ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ. ഈ സത്യപ്രതിജ്ഞയുടെ ലംഘനം തന്നെയാണ് പി അൻവർ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് ഭരണഘടനാ വിരുദ്ധമായി തന്നെ പി അൻവർ എന്ന നിയമസഭാ സാമാജികൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട വസ്തുത. ആരോടും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രീതിയോ അപ്രീതിയോ കാണിക്കില്ല. ആരോടും കൂടുതൽ തരത്തിലുള്ള രസമോ നീരസമോ കാണിക്കില്ല. ആരോടും വിപ്രതിപത്തിയോ പ്രതിപത്തിയോ കാണിക്കില്ല. എല്ലാവരോടും ഒരുപോലെ സമഭാവനയോടുകൂടി പെരുമാറും. അതേ തരത്തിൽ മാത്രമേ താൻ വർത്തിക്കുകയുള്ളൂ. നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ, MLA എന്ന രീതിയിൽ തൻ്റെ ഉത്തരവാദിത്വത്തിനിടയിൽ ആരെയും ഒരു തരത്തിലും താൻ കൂടുതൽ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വേദനിപ്പിക്കുകയോ ആരോടും ഒരു തരത്തിലും താൻ കൂടുതൽ വിരോധം കാണിക്കുകയോ ചെയ്യില്ല എന്നൊക്കെ തന്നെയാണ് അതിനർത്ഥം. എന്നാൽ അതെല്ലാം ഇവിടെ തകിടം മറിഞ്ഞിരിക്കുന്നു. പി അൻവറിനെ രാഷ്ട്രീയവാദിയാണ് എന്ന രീതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ വിമർശിച്ചതിനെ കുറിച്ച് അതീവ ഗുരുതരമായി തന്നെ രൂക്ഷമായ ഭാഷയിൽ അസഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി തന്നെയാണ് പി അൻവർ പ്രതികരിച്ചത്. അതായത് MG റോഡിലുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഓഫീസിലേക്ക് ഞാൻ കടന്നു വരും, എൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം ഉണ്ടാകും, അത് അവൻ്റെ തലയിൽ ഞാൻ ഒഴിക്കും, അതായത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തലയിൽ ഒഴിക്കും. കൂടാതെ അവൻ്റെ മുണ്ട് ഞാൻ പറിച്ചെറിയും. അവൻ്റെ മുണ്ടിനടിയിലുള്ള ഒരു കളസമുണ്ടല്ലോ, കുറേ നാളായി കാവിയാണ് അതിന് കാണുന്നത്, ആ കളസം ഞാൻ വലിച്ചു കീറി നടു റോഡിലൂടെ നടത്തും എന്നൊക്കെ ഒരു നിയമസഭാ സാമാജികൻ പറയുമ്പോൾ അത് തീർത്തും സത്യപ്രതിജ്ഞാ ലംഘനമാകുന്നു. ഇതിന്റെ പേരിൽ 10 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നാലും താൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എന്നൊക്കെ പി അൻവർ ഇടം വലം നോക്കാതെ ധാർഷ്ട്യത്തോടു കൂടി വിളിച്ചു പറയുമ്പോൾ ഒരു കാരണവശാലും സമചിത്തതയുള്ള ഒരു MLAയ്ക്കോ ഒരു നിയമസഭാ സാമാജികനോ ചേർന്ന പ്രവൃത്തിയായിരുന്നില്ല പി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. വിമർശനാത്മകമായ പ്രതികരണങ്ങളെ എന്തുകൊണ്ടാണ് സഹിഷ്ണുതയോടുകൂടി കാണുവാൻ പൊതുപ്രവർത്തകർക്ക് സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് വളരെ ചിന്തനീയം തന്നെയാണ്, എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കാറുള്ളത്. മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പിണറായി വിജയൻ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ തീർത്തും അസഹിഷ്ണുതാപൂർവമായി തന്നെയാണ് പിണറായിയും മാധ്യമങ്ങളോട് പ്രതികരിക്കാറുള്ളത്, പെരുമാറാറുള്ളത്. ഇത് തന്നെയാണ് പിണറായിയുടെ വത്സര ശിഷ്യൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പിണറായിയെ താൻ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നു എന്ന് പറയുന്ന പി അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പി അൻവറിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ ഉയർത്തിയ ആരോപണങ്ങളിൽ പി അൻവറിന് നീരസമുണ്ടെങ്കിൽ അത് നിയമപരമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാൻ പി അൻവറിന് തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട്. എന്നാൽ ഒരു പൊതുപ്രവർത്തകനായ പി അൻവറിനെ വിമർശിച്ചതിൻ്റെ പേരിൽ അഡ്വക്കേറ്റ് ജയശങ്കറെ ഓഫീസിൽ കയറി ആക്രമിക്കും, മലം തലയിൽ കമിഴ്ത്തി ഒഴിക്കും, മുണ്ടുവലിച്ചു കീറും എന്നൊക്കെ പറയുന്നത് സമചിത്തതയില്ലാത്ത ഒരാളുടെ
പെരുമാറ്റ രീതികൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിയന്ത്രണമില്ലാത്ത, മനസ്സിന് നിയന്ത്രണമില്ലാത്ത ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതികളും സംഭാഷണ രീതികളുമായി മാത്രമേ അതിന് വിലയിരുത്താൻ സാധിക്കുള്ളൂ. ഒരു കാരണവശാലും ഒരു നിയമസഭാ സാമാജികനിൽ നിന്ന് ഉയരാത്ത, അല്ലെങ്കിൽ ഉയരാൻ പാടില്ലാത്തതായുള്ള, ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനങ്ങളാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് ജയശങ്കറിനോട് കാണിച്ച പ്രതികരണത്തിൽ നിന്നും കേരളം കണ്ടറിഞ്ഞത്. ഈ പി വി അൻവറാണ് തനിക്ക് തന്റെ രാഷ്ട്രീയ എതിർകക്ഷികളിൽ നിന്നും ജീവഭയമുണ്ട്, തനിക്ക് സുരക്ഷ വേണം എന്നൊക്കെ പറഞ്ഞ് തോക്കിന് അപേക്ഷിച്ചിരിക്കുന്നത്. അതായത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, തൻ്റെ കുടുംബത്തിന് ഭീഷണിയുണ്ട്, ഉമ്മക്കത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തനിക്കൊരു തോക്ക് വേണം, തോക്കിന് ലൈസൻസ് വേണം എന്നൊക്കെ അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇത്രത്തോളം സ്ഥിരചിത്തയില്ലാത്ത, അല്ലെങ്കിൽ മാനസികമായ സംയമനം പാലിക്കാത്ത, നിയന്ത്രണം പാലിക്കാത്ത ഒരാളുടെ കയ്യിൽ തോക്ക് കിട്ടിയാൽ ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിൽ ഒരാൾ പെരുമാറുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതായത് പെട്ടെന്ന് കോപം വരികയും വിമർശനങ്ങളെ സഹിഷ്ണുതാപൂർവ്വം കാണാതിരിക്കുകയും ചെയ്യുന്ന പി വി അൻവറിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും, പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്ഷോഭം കൊണ്ട് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയായിരിക്കും ഇവരുടെ പക്കൽ നിന്നും ഉണ്ടാവുക എന്നുള്ളത് ഒരു കാരണവശാലും പ്രവചിക്കാൻ സാധ്യമല്ല. പറഞ്ഞു വരുന്നത്, പി വി അൻവറിന് തോക്കിന് ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് തോക്കിന് ലൈസൻസ് കിട്ടുകയാണെങ്കിൽ ഈ തോക്ക് അദ്ദേഹം ഏത് രീതിയിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഓഫീസിലേക്ക് ഒരു ബക്കറ്റ് മലവുമായി കടന്നു ചെല്ലും, മുണ്ട് പിടിച്ച് പറിച്ചു കളയും, ഷഡ്ഡി വലിച്ചു ഊരി കീറിക്കളയും, റോഡിലൂടെ നടത്തും എന്നൊക്കെ പറയുമ്പോൾ പി വി അൻവറിന് ഇത്രത്തോളം ഒരു സ്ഥിരചിത്തത ഇല്ല എന്നുണ്ടെങ്കിൽ, തൻ്റെ മനസ്സിന് മേലിൽ ഇത്രത്തോളം നിയന്ത്രണമില്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്ക് കിട്ടിയാൽ അദ്ദേഹം എന്ത് തന്നെ ചെയ്യില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ചെറുതും വലുതുമായ ആളുകൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. എന്തായാലും പി വി അൻവറിന് ലൈസൻസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. തീർച്ചയായും പി വി അൻവറിന് ലൈസൻസ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം കുറെ കൂടി നിയന്ത്രണ മനോഭാവത്തോടു കൂടി വിഷയങ്ങളെ സമീപിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ജീവന് ഭീഷണിയുള്ള ആളുകൾക്കെതിരെ മാത്രം പ്രയോഗിക്കുവാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം തോക്കിൻ ലൈസൻസ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അല്ലാതെ തന്നെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന ആളുകൾക്കെതിരെ അദ്ദേഹം തോക്ക് പ്രയോഗിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അഡ്വക്കേറ്റ് ജയശങ്കറിനും അങ്ങനെ ആശ്വസിക്കാം എന്ന് വിചാരിക്കാം. എന്നാൽ സ്ഥിരചിത്തതയില്ലാത്ത, മനസ്സിന് മേൽ നിയന്ത്രണം ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ തോക്ക് കിട്ടിയാൽ എന്ത് തന്നെ സംഭവിക്കില്ല എന്നുള്ളൊരു ആശങ്കയും കേരളത്തിലെ ജനത്തിനുണ്ട്. എന്തായാലും പി വി അൻവർ അത്തരത്തിൽ പെരുമാറില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇനി ഈ വിഷയത്തിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.